ഹായ് ഗൈസ്, ഐ എം മാധവ്. നമ്മുടെ ആട് 3 എടാ, എനിക്ക് ഈ പടം പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി. അതായത് നല്ലൊരു വൈബ് സിനിമ. പക്ഷേ ആട് 1ൻ്റെയും 2ൻ്റെ അത്ര ഇതിൽ ചിരിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനതിനെ എങ്ങനെ കാണുന്നതെന്ന് അറിയാമോ? അതായത് നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഓട്ടോമാറ്റിക്കലി അതിനെപ്പറ്റി ഒരു ഒരു പ്രീസ്ക്രിപ്റ്റിംഗ് നടത്തും. അതായത് ഇങ്ങനെ ആയിരിക്കും ഈ സിനിമയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഇത്തരം സീനുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സ് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള സിനിമകളെ പറ്റി ഇങ്ങനെ ഒരു പ്രീസ്ക്രിപ്റ്റിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ എനിക്ക് ആട് 3യെ പറ്റി അങ്ങനത്തെ കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം വലിയൊരു ജേണർ ജമ്പിങ് നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കെയില് ഭയങ്കരമായിട്ട് മാറി. ഡ്യൂറേഷനിൽ മറ്റുള്ള 2 സിനിമകൾ വെച്ച് നോക്കിയാൽ വലിയൊരു മാറ്റം ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ഇതിന്റെ എഴുത്തുകാരന് സംവിധാനമായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട് നമ്മുടെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു. അത് ഞാൻ കണ്ടു. എനിക്കത് കണ്ടപ്പോൾ ഈ പടത്തെ പറ്റി, അതായത് നമ്മൾ ട്രെയിലർ കണ്ടു, ജേണർ ഷിഫ്റ്റിംഗ് ഇത്രത്തോളം ഉണ്ട്, സ്കെയില് മാറിയെന്ന് അറിയാം, എന്താണ് ഈ പറഞ്ഞ ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻ്റർവ്യൂ കൂടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്, സിനിമ കാണുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ആട് 3 കുറച്ചും കൂടെ എന്താ പറയുക, ഒരു സീരിയസ് സ്വഭാവമുള്ള ഒരു സിനിമ ആയിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സംഭവം പഴയ മണ്ടന്മാരൊക്കെ തന്നെയാണെങ്കിലും എന്താ പറയുക, ജേണറിൻ്റെതായിട്ടുള്ളൊരു മാറ്റം സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത്. ആ മാറ്റം ഞാൻ എൻ്റെ ഇതിൽ സങ്കല്പിച്ചത് ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ ഒരു, അതായത് ആട് 1ഉം 2ഉം ഫുൾ സ്റ്റോറി കോമഡിയിലൂടെയാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ, ഈവൻ കോർ സ്റ്റോറി ഉൾപ്പെടെ ആട് 1ഉം 2ലും എന്താ പറയുക കോമഡിയിലൂടെയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ആട് 3ലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആട് 3ൻ്റെ ഒരു കോർ സ്റ്റോറി ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ എന്താ പറയുക ഒരു സീരിയസ് സ്വഭാവമുള്ളതായിരിക്കാം. ആൻഡ് ആ സ്റ്റോറി അനുവദിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ കോമഡികൾ ഫില്ല് ചെയ്ത് പോകുന്നൊരു പരിപാടി ആയിരിക്കും ആട് 3 എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതായത് എന്താ പറയുക, ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി. അതായത് ആട് 1ൻ്റെയും 2ൻ്റെയും ടെംപ്ലേറ്റിൽ നിന്ന് എൻറ്റയർലി മാറിയിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആട് 3യെ തിയേറ്ററിലേക്ക് പോയത്, നമുക്ക് എന്താ പറയുക, ഒരു ഇറ്റ്സ് എ ന്യൂ ഫിലിം വിത്ത് അവർ ബിലൗഡ് ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആട് 3യിലേക്ക് സമീപിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് തൊട്ടാണ് ഞാൻ പോയത്. അത് തന്നെയാണ് സിനിമ ഏറ്റവും കൂടുതൽ എനിക്ക് എൻജോയ് ചെയ്യാനുള്ള ഫ്യൂവലായത്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആട് 3 എനിക്ക്. അതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്ത കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു കോർ സ്റ്റോറി അത് ഏറ്റവും കൂടുതൽ പറയുന്നത് എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിലാണ്. കാരണം ഫസ്റ്റ് ഹാഫ് ആണെന്ന് തോന്നുന്നു സെക്കൻഡ് ഹാഫിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ലെങ്ത് ഉള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫിലാണ് ഇത് ആട് 3ൻ്റെ ആ ഒരു എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ, എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, ആ ജേണർ ഷിഫ്റ്റിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്താണ് പരിപാടി, അതുപോലെ എന്തിനെങ്കിലും പുറകെ ഓടണമല്ലോ ഇവർ. അപ്പോൾ ഇതിലത് എന്താണ്, അപ്പോൾ ഫാൻറ്റസി, സൈഫൈ കാലഘട്ടങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഇത്രയും കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫിലൂടെ കാണിച്ചു പോകുന്നുണ്ട്. ആ ഒരു ആട് 3 എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്നുള്ള കാര്യങ്ങൾ മൊത്തം ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലാണ്. ദെൻ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം, അതായത് കോർ സ്റ്റോറി പറഞ്ഞു പോകുമ്പോൾ ആ സ്റ്റോറി അനുവദിക്കുന്ന ഇടങ്ങളിലായിരിക്കും കോമഡികൾ ഫില്ല് ചെയ്ത് പോവാം. സോ അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് എനിക്ക് അനുഭവപ്പെട്ടത്. അതായത് കോമഡികളുണ്ട്, പക്ഷേ അതേസമയം സ്റ്റോറിക്ക് ഒരു സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള സീരിയസ് അല്ല, ഒരു സീരിയസ് ലാംഗ്വേജ് ആട് 3ൻ്റെ ഒരു കോർ സ്റ്റോറിക്ക് ഉണ്ട്. എനിക്കങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരുന്ന. ചിരിക്കാനുള്ള വക ഫസ്റ്റ് ഹാഫിലുണ്ട്. ഇതിൽ ഒരാളെ കാണാൻ പോകുന്നൊരു സീനൊക്കെ ഉണ്ട്, അത് കിട്ടില്ല പരിപാടിയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റക്കാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് കുറേ ചിന്തിക്കാനുണ്ടാവുക. നമ്മളോട് ടൈലുണ്ട്, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യില്ല. ഇത് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമ്മളിന്ന് ചിന്തിക്കും ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയ കുറേ കാര്യങ്ങൾ, ഒന്ന് കണക്റ്റിംഗ് ആണ്. അതായത് ആട് ഫ്രാഞ്ചൈസിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ, എല്ലാ കാര്യങ്ങളെയും കഥാപാത്രങ്ങളെയും കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നൊരു പരിപാടി. അത് ഇവിടെയും എന്താ പറയുക, മിഥുൻ മാനുവൽ തോമസ് എന്ന എഴുത്തുകാരനും സംവിധാനം ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാനതിങ്ങനെ ആലോചിക്കണം, എന്ത് ഭംഗിയായിട്ടാണ് എല്ലാ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ എല്ലാ വയറും കൂടെ ഒരു പ്ലഗിലേക്ക് കൊടുക്കുക എന്ന് പറയുന്ന പോലെ അത്രയും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് ആ ഒരു പ്ലഗ് സെറ്റ് വെച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്ന. പിന്നെ രണ്ടാമത് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയാണ്. അതായത് ഈ ഒരു ജേണറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു മേക്കിംഗ് ക്വാളിറ്റി, ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി സിനിമയ്ക്കുണ്ട്. പിന്നെ മൂന്നാമത് ഞാൻ ചിന്തിച്ചാലാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു രീതി. അതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമുക്കറിയാം ഈ ടൈം ട്രാവൽ പരിപാടികൾ മലയാളത്തിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലല്ലോ, ഇതിലാണ് ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും ഭംഗിയായിട്ട് ആ കോൺസെപ്റ്റിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭംഗിയായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കോൺസെപ്റ്റിനെ അവർ കൊണ്ടുവന്ന രീതി, അതിൻ്റെ ആ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഈ പറയുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റിനെ ഇവർ
എന്താ പറയുക പറഞ്ഞത് നമ്മളിലേക്ക് എത്തിച്ചത് ഭയങ്കര രസമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. ഈ ഒരു 3 കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് ഹാഫ് തീർന്നപ്പോൾ എൻ്റെ മനസ്സിൽ. അയ്യോ ഞാൻ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് രോമാഞ്ചം വന്ന 2 കാര്യങ്ങൾ. ഒന്ന് പാപ്പൻ്റെ എൻട്രി, 2 സാത്താൻ സേവറിൻ്റെ എൻട്രി. അയ്യോ അതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ ഇവരുടെയൊക്കെ പഴയ BGM ഒക്കെ കേട്ട് ഇവർ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗൂസ്പംസ് ആണ്. ദെൻ സെക്കൻഡ് ഹാഫ് തുടങ്ങി. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ അടുത്തൊരു ടീമിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം തുടങ്ങുന്ന. സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞ് പടത്തിൻ്റെ ഗ്രാഫ് ഒന്നും കൂടെ മേളിലേക്ക് പോയി. അതായത് നമ്മുടെ പഴയ ആടിൻ്റെയൊക്കെ ഒരു വൈബ് ഈ ഒരു ടീമും കൂടെ വന്നപ്പോൾ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഈസ് എന്താ പറയുക വേറെ തന്നെ ഒരു പരിപാടി. പക്ഷേ സെക്കൻഡ് ഹാഫ് അങ്ങനെ കത്തിക്കയറാനുള്ള ഒരു ഫ്യൂവല് കൊടുത്തത് ഫസ്റ്റ് ഹാഫാണ്. അത് നമ്മൾ പറയേണ്ട കാര്യമാണ്. കാരണം അങ്ങനൊരു സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു ഫ്രീഡം സിനിമയ്ക്ക് കൊടുത്തത് ഫസ്റ്റ് ഹാഫിൽ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്ന് ആ ഒരു വേൾഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ അങ്ങനത്തെ ഒരു ഞാൻ ഈ നേരത്തെ പറഞ്ഞാലേ ഫസ്റ്റ് ഹാഫാണ് ആ സെക്കൻഡ് ഹാഫിലേക്കുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത്. സോ അത് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര അതായത് നമുക്ക് ആ ഒരു പഴയ ആട് വൈബൊക്കെ കിട്ടി. ഒരുപാട് സീനുകൾ തിയേറ്റർ ഒന്നടങ്ങും. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ ഇരുന്ന തിയേറ്ററിൽ ആളുകൾ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഈ ചിരി വന്നാലും ചിരി അടക്കി പിടിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അങ്ങനത്തെ അല്ലായിരുന്നു തിയേറ്ററിൽ. എന്നെപ്പോലെ തന്നെ ചിരി വന്നാൽ അങ്ങ് ചിരിക്കുക തന്നെ. അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന കുറേ ഏരിയകൾ സെക്കൻഡ് ഹാഫിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ രോമാഞ്ചം വരുന്ന 2-3 എൻട്രികളുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഈസ് വേറെ തന്നെ പരിപാടി. അങ്ങനെ പീക്കിൽ കൊണ്ടുപോയി അവസാനം ഒരു കത്തിക്കലും കൂടെ കൊടുത്തിട്ടാണ് എൻഡിങ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു ക്ലിഫ് ആങ്കറിലാണ് എൻഡ് ചെയ്യുന്നത് ഈ ആട് 3. നമുക്ക് അതായത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, അതായത് ഈ ലാസ്റ്റ് റൈഡിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രി വന്നാൽ നമ്മൾ ഇന്ന് രാത്രി തന്നെ കാണാൻ പോകും. കാരണം അമ്മാതിരി ഒരു പ്ലോട്ട് ഓപ്പൺ ആക്കി നല്ലൊരു ക്ലിഫ് ആങ്കറിലാണ് കൊണ്ട് എൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതായത് എനിക്കിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്ന് മനസ്സിലാവും. അയ്യോ അത് എന്ത് പരിപാടിയായിരിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് വരട്ടെ. അങ്ങനെ ടോട്ടലി ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിൽ നോക്കണ്ട, ടോട്ടലി ഒരു സിനിമയായിട്ട് നോക്കിക്കഴിഞ്ഞാലും എനിക്ക് വ്യക്തിപരമായി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട്, അതായത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു വൈബ് സിനിമ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ നമ്മൾ എടുത്തു പറയണം. മുടക്കിയ പൈസ നമുക്ക് ഓരോ ഫ്രെയിമിൽ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആട് 3യുടെ. ഇതിൻ്റെ എന്താ പറയുക മ്യൂസിക് പരിപാടി, അതായത് ആ ഒരൊറ്റ പാട്ടുകളെന്ന് തോന്നുന്നു, അതിൽ ഇതിൻ്റെ മ്യൂസിക് ആ പാട്ട് അത് തിയേറ്ററിൽ നല്ല വൈബായിരുന്നു കേൾക്കാൻ. പിന്നെ ഇതിൻ്റെ സ്കോറിങ്, അയ്യോ അതെടുത്ത് പറഞ്ഞ കിടിലൻ സ്കോറിങ് ആയിരുന്നു പടത്തിൻ്റെ എൻ്റയർ പടത്തിൻ്റെ. അതിൽ ഷാൻ റഹ്മാൻ അദ്ദേഹം ചെയ്ത ആ ഒരു ഐക്കോണിക് ട്രാക്കുകളുണ്ടല്ലോ, അതിൽ തന്നെ കുറച്ച് വേരിയേഷൻസ് വരുത്തിയിട്ട് ഇവർ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൺ വിൻസെൻ്റ് ആണ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ അഡീഷണൽ ആയിട്ടുള്ള കുറേ ട്രാക്കുകളുണ്ട് ഇതിൽ. എന്താ പറയുക, കേറ്റ് ലാറയോ അങ്ങനത്തെ ഒരു ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരിയുടെ ഒരു എൻട്രിയിലുള്ള ഒരു എന്താ പറയുക ഒരു ട്രാക്കൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിയായിരുന്നു. ആ ക്യാരക്ടർ ഞാനത് പറയാൻ വിട്ടുപോയി. പുള്ളിക്കാരുടെ ക്യാരക്ടർ ഭയങ്കര പൊളിയായിരുന്നു. പിന്നെ ബാക്കിയുള്ളതിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ പാപ്പനാണെങ്കിലും ഡ്യൂഡൊക്കെ പടത്തിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആളങ്ങ് അഴിഞ്ഞാടുന്നുണ്ട്. ഞാൻ ടെക്നിക്കൽ പരിപാടി പറഞ്ഞ പെർഫോമൻസിലേക്കൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി അതും ഈ പറഞ്ഞ പോലെ എടുത്തു പറയണം. കുറേ നല്ല കിടിലൻ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു മുതലുണ്ട് ഈ സിനിമ. ഗൈസ് പറയാൻ വിട്ടുപോയൊരു കാര്യം, പടത്തിൻ്റെ റേഷ്യോ പാസ്റ്റും പ്രസൻറ്റും കാണിക്കുമ്പോൾ സ്വിച്ച് ആവുന്നത് പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ? അപ്പോൾ ഇതായിരുന്നു എനിക്ക് നമ്മുടെ ആട് 3 എന്ന് പറയുന്നത്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആട് 3, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാം എന്നോട് ഷെയർ ചെയ്യൂ കമൻസ് വഴി. പിന്നെ നിങ്ങൾ ആട് 3 കണ്ടിട്ടില്ലെങ്കിൽ എന്താണ്, നമുക്കൊരു ആർട്ട് ഫോം, അത് സിനിമ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ അഭിപ്രായങ്ങൾ നമ്മുടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് ആവാൻ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യരുത്. നമ്മളത് സ്വയം അഭിപ്രായങ്ങൾ അറിയുക, എന്നിട്ട് നമ്മൾ സ്വയം കണ്ട് വിലയിരുത്തുക, നമ്മൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ, അത് വർത്താണോ അല്ലയോ എന്ന്. അതായത് നിങ്ങൾ ഈ സിനിമ അല്ലെങ്കിൽ ഏതൊരു സിനിമ ആയിക്കോട്ടെ, നിങ്ങൾക്കത് മനസ്സിൽ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഷുഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. എന്നിട്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അതല്ലേ അതിൻ്റെ ഒരു അത് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു ഇതാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.